മേപ്പാടി CHCയിൽ നിന്ന് മനീഷ് മൂർത്തി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മനീഷ് മൂർത്തി, ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന കണക്കുകൾ പ്രകാരം 282 എന്നുള്ള മരണസംഖ്യയാണ് നമുക്ക് മുമ്പിലുള്ളത്. പുതിയ വിവരങ്ങൾ എന്താണ്? CHCയിലേക്ക് എത്തിച്ചിരിക്കുന്ന മൃതദേഹങ്ങളുടെ എണ്ണം എത്രയാണ്? പുതിയ വിവരങ്ങൾ എന്താണ് മനീഷ് മൂർത്തി? 282 മരണങ്ങളാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ നിലമ്പൂരാണ് ഏറ്റവും അധികം മൃതദേഹങ്ങൾ എത്തിയത്. പുഴയിലൂടെ ഒഴുകി എത്തിയത് 134 മൃതദേഹങ്ങളാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത്. മേപ്പാടിയിലേക്ക് വന്നാൽ മേപ്പാടി CHCയിൽ 123, വൈകുന്നേരം രാത്രി വരെയുള്ള കണക്കുകൾ പ്രകാരമാണെങ്കിൽ 123 മൃതദേഹങ്ങൾ ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തി. അതിനുശേഷം അത് ഐഡന്റിഫൈ ചെയ്ത ബോഡികൾ എന്ന് പറയുന്നത് 96 മൃതദേഹങ്ങളാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. 9 ശരീരഭാഗങ്ങൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തായാലും 282 നിലവിലുള്ള ഒരു മരണസംഖ്യ എന്ന് പറയുന്നത്. മുണ്ടക്കയിൽ തെരച്ചിൽ നേരത്തെ തന്നെ നിർത്തിയിരുന്നു. വൈകുന്നേരം 7 മണിയോടുകൂടി തന്നെ മുണ്ടക്കയിൽ തെരച്ചിൽ നിർത്തി. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ രാവിലെ അത് പുനരാരംഭിക്കും. മാത്രമല്ല ആ ഒരു രീതിയിലാണ് ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആംബുലൻസുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. അതായത് ഇൻക്വസ്റ്റ്, അതായത് ഈ പറഞ്ഞ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞുള്ള മൃതദേഹങ്ങൾ അടുത്തുള്ള കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇപ്പോൾ ആംബുലൻസുകൾ വരുന്നത്. ആ രീതിയിൽ 24 മണിക്കൂറും CHCയിൽ മൃതദേഹങ്ങൾ തേടിയാണ് എല്ലാവരും എത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഉറ്റവരെ തേടിയുള്ള യാത്രകൾ ഇപ്പോഴും തുടരുകയാണ് എല്ലാവരുടെയും. അതിപ്പോൾ നമ്മൾ വിംസ് ആശുപത്രിയിലാണെങ്കിലും ശരി, ഇവിടെ മേപ്പാടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലാണെങ്കിലും ശരി, ഇവിടേക്കൊക്കെ എത്തുന്ന ആളുകൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ തങ്ങളിൽ നിന്നും അടർന്നുപോയ കാണാതായ ആളുകൾക്ക് അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഇവിടെ എത്തുന്നത്. ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആളുകളുടെ അവസ്ഥയും അതിദയനീയം തന്നെയാണ്. കാരണം അവർ അതിജീവിച്ചു, പക്ഷേ അവർക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും കൃത്യമായി പറയാൻ പറ്റാത്ത ഒരു നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ എന്തായാലും മുൻപോട്ട് പോകുന്നത്. ഒരു വലിയ ദുരന്തം തന്നെയാണ് ഇപ്പോൾ മേപ്പാടി മുണ്ടക്കൈ എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നടന്നിട്ടുള്ളത്. പരമാവധി ആളുകളെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഇന്നലെയൊക്കെ നടത്തിയ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് അതിസങ്കീർണമായ രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു. ഇപ്പോൾ ആർമിയുടെ നേതൃത്വത്തിൽ അവിടെ പാലം നിർമ്മിക്കുന്നുണ്ട്. നാളെ വൈകുന്നേരത്തോടു കൂടി പാലം നിർമ്മാണം പൂർത്തീകരിക്കും. അതോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകർ എന്തായാലും പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലാണ്. പക്ഷേ തുടർച്ചയായി മഴ പെയ്യുന്നുണ്ട്. നാളെയും ജില്ലയിൽ അലേർട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായി മഴ പെയ്യുന്നത് ഈ രക്ഷാപ്രവർത്തനങ്ങളെയും മറ്റ് പ്രവർത്തനങ്ങളെയും ഒക്കെ സാരമായി തന്നെ ബാധിക്കുന്നുമുണ്ട്. എന്തായാലും 282 മരണങ്ങൾ ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നു. നിലമ്പൂരാണ് കൂടുതൽ മൃതദേഹങ്ങൾ എത്തിയത്. 134 മൃതദേഹങ്ങൾ. അതെല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കും, CHCയിൽ എത്തിക്കും. ഇന്നിപ്പോൾ 31 മൃതദേഹങ്ങൾ നിലമ്പൂരിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ മൃതദേഹങ്ങളെല്ലാം തന്നെ അടുത്തുള്ള കമ്മ്യൂണിറ്റി ഹാളിലാണ് വെച്ചിരിക്കുന്നത്. അവിടെ എത്തുമ്പോൾ അവിടെ ഐഡന്റിഫൈ ചെയ്യുന്ന മൃതദേഹങ്ങളാണെങ്കിൽ അത് അവർക്ക് അപ്പോൾ തന്നെ കൈമാറുന്നു. ബാക്കിയുള്ള മൃതദേഹങ്ങൾ എന്തായാലും ഇവിടെ തന്നെ വെക്കുന്ന ഒരു നിലയാണ് ഉള്ളത്. നാളെയും എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുക തന്നെ ചെയ്യും. മനീഷ് മൂർത്തി പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കിലോമീറ്ററുകൾ അകലെയുള്ള ചാലിയാർ പുഴയിൽ നിന്ന് മൃതദേഹങ്ങൾ കൂടുതലായി കണ്ടെത്തുന്ന സാഹചര്യം, അതിൽ തന്നെ പലതും ശരീരഭാഗങ്ങളാണ് എന്നുള്ളതാണ്. ആ വലിയ ദുരന്തത്തിൻ്റെ ആഘാതം എത്രത്തോളമുണ്ട് എന്നുള്ള കാര്യം അത് സൂചിപ്പിക്കുന്നുണ്ട്.